SSLC പരീക്ഷയിൽ ഇനി മുഴുവൻ A+ വാങ്ങുന്നവരുടെ എണ്ണം കുറയും. ചോദ്യപേപ്പർ ഘടനയിൽ മാറ്റം വരുത്തിയും 20% ചോദ്യങ്ങൾ സങ്കീർണമാക്കിയും ഫുൾ A+ കുറയ്ക്കാനെടുത്ത നടപടിക്ക് പിന്നാലെ മൂല്യനിർണ്ണയവും കടുപ്പിക്കാനുള്ള നിർദ്ദേശം നൽകി വിദ്യാഭ്യാസ വകുപ്പ്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് SSLC മൂല്യനിർണ്ണയം ആരംഭിച്ചത്. മുഴുവൻ വിഷയത്തിൽ A+ കിട്ടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുന്നത് പലപ്പോഴും സർക്കാരിന് തലവേദനയാകാറുണ്ട്. മുൻ വർഷങ്ങളിൽ മുഴുവൻ A+ ലഭിച്ചിട്ടും +2 ആഗ്രഹിച്ച കോഴ്സിന് സീറ്റ് ലഭിക്കാത്തവരുടെ എണ്ണം നിരവധിയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് A+ വയ്ക്കാനുള്ള തീരുമാനം വിദ്യാഭ്യാസ വകുപ്പ് എടുത്തതെന്നാണ് പുറത്തുവരുന്ന വിവരം. ഈ വർഷത്തെ 10ാം ക്ലാസ് പരീക്ഷയിലും ചോദ്യപേപ്പറിലും അടിമുടി മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അവസാനത്തെ 20% ചോദ്യങ്ങളും സങ്കീർണമാക്കിയിരുന്നു. ഇതിനെതിരെ അധ്യാപകർ പോലും രംഗത്തെത്തിയതായി പറയുന്നു. ഇതിന് പിന്നാലെയാണ് മൂല്യനിർണ്ണയം ഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപൂർണമായ ഉത്തരങ്ങൾക്ക് അരമാർക്ക് നേരത്തെ നൽകിയിരുന്നു. എന്നാൽ ഇനി അതുപോലും നൽകേണ്ടെന്നാണ് നിർദ്ദേശം. പൂർണ്ണമായ ഉത്തരം എഴുതിയാൽ മാത്രം മുഴുവൻ മാർക്കും നൽകിയാൽ മതിയെന്നാണ് പുതിയ തീരുമാനം.